ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാനിങ് പരിപാടിയൊന്നും ഇല്ലാതെ നമ്മൾ വേഗം ഇറങ്ങിയ ഒരു വാൽപ്പാറ ട്രിപ്പ്. അപ്പോൾ ആ ട്രിപ്പിൽ വാൽപ്പാറയ്ക്ക് അടുത്തുള്ള നല്ലമുടി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാൽപ്പാറയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ നല്ലമുടി വ്യൂ പോയിന്റിൽ ഇതുവരെ പോയിട്ടില്ല. ഇന്ന് നമുക്ക് നല്ലമുടി വ്യൂ പോയിന്റിൽ പോയിട്ട് എന്താണ് അവിടെ ഉള്ളതെന്നും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ പോയാലോ. വാൽപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു നല്ലമുടി വ്യൂ പോയിന്റിലേക്ക്. അപ്പം ഞങ്ങൾ മലക്കപ്പാറയിൽ നിന്നാണ് വാൽപ്പാറയ്ക്ക് പോയത് കൊണ്ട് തന്നെ നമുക്ക് വാൽപ്പാറ ടൗണിലെത്താതെ തന്നെ ഡയറക്റ്റ് ഈ നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് ടേൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അതും ഫുള്ള് ഈ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിക്കോടെയുള്ള ഇതുപോലത്തെ ഗ്യാപ്പ് റോഡുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലമുടി വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, ബസ്സുകളും കുറെ കാറുകളൊക്കെ ഉണ്ട്. അതെ, നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നട്ടുച്ചയാട്ടോ, ഒരു 12 മണി 12:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു പോയിന്റ് പോയി നോക്കാം, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നിട്ട് പറയാം കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ 3 പേർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നല്ലമുടി വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നമുക്ക് ട്രെക്ക് ചെയ്ത് പോകണം കേട്ടോ. എന്നാലാണ് ഈ ഒരു പോയിന്റിൽ ഇവിടെ എത്തുള്ളൂ കേട്ടോ. ഇതിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും ആരും പറയൂല. നമ്മൾ ജസ്റ്റ് ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. ഏകദേശം നമ്മളിപ്പോ നടന്ന് ആ ഒരു പോയിന്റിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. യെസ്, ഇത് കണ്ടോ, നമ്മൾ നടന്ന മലയുടെ മേളിൽ കയറിയ മലയുടെ മേളിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് നല്ല കൊക്കയൊന്നും തോന്നുന്നു. ഇത് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വാച്ച് ടവർ പോലത്തെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ മേളിൽ കയറി നിൽക്കുവാണെങ്കിൽ മഴയൊക്കെ കൊള്ളാതിരിക്കാം, മഴ പെയ്യുന്ന സമയമാണെങ്കിലും. അതേപോലെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ വേണം നമുക്ക് ഇതിന്റെ താഴത്തേക്കും ഇറങ്ങി പോകാട്ടോ. ഉച്ചയാണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ ചെറിയൊരു കാറ്റുമൊക്കെ വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മൺസൂൺ ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒടുക്കത്തെ ഫോഗും തണുപ്പും ഒക്കെ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ. ഇത് അത്യാവശ്യം സമുദ്രനിരപ്പിൽ നിന്ന് നല്ല ഹൈറ്റ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങി നമുക്ക് താഴത്തേക്കും നമുക്ക് ആ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ജസ്റ്റ് പാറയുടെ മുകളിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ചെറിയൊരു കമ്പി കൊണ്ട് ഇങ്ങനെ മതിലൊക്കെ പോലെ കെട്ടി വെച്ചിട്ടുമുണ്ട്. ഓ, താഴത്തേക്ക് അഞ്ഞ് കൊക്കേട്ടാ, താഴത്തേക്ക് നോക്കി ഘോരവനം. ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ആ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി കൊണ്ട് കെട്ടിയിരിക്കുന്ന ആ ഒരു മതില് മാത്രമേ ഉള്ളൂ. നമ്മൾ മേളിൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാലും ഇവിടെ തട്ടി നിന്നോളൂ കേട്ടോ. പാറയൊക്കെ ഒത്തിരി മഴയൊക്കെ പെയ്ത് ഭയങ്കര പായലൊക്കെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ മാത്രം ഇതിൽ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കല്ലോ കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് അതിന്റെ മേളിലേക്ക് ഒന്ന് കയറാം. മേളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഓം ആദിമുരുക ഹോളി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ മുരുകന്റെ എന്ത് സംബന്ധമായിട്ടുള്ള കുറച്ച് ഹോളി പരിപാടിയൊക്കെ നടക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് ആ ഒരു മൗണ്ടൻ വ്യൂവും ആ ഒരു താഴ്വാരവും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ കേട്ടോ. ഫുള്ള് മലയും ഒക്കെ ആയിട്ട് നമ്മൾ കറക്റ്റ് നട്ടുച്ചയ്ക്ക് വന്നേ. 12:45 നല്ല വെയിലും ഉണ്ട്, കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പാട്ടോ. പോക കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഈ ഒരു ടൈമിൽ. ഇന്ത്യയെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 500 മീറ്റർ നടന്നു വരാം. അപ്പോൾ നടന്നു വരുന്നിടത്തൊക്കെ അത്യാവശ്യം വെയിലാണ്. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് തന്നെ തന്നെയാണ്, അല്ലെങ്കിൽ മോർണിംഗ് തന്നെ. അവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ അവിടുത്തെ നല്ലമുടി വ്യൂ പോയിന്റും ആ ഒരു വ്യൂ പോയിന്റ് ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു വാച്ച് ടവറിന്റെ മേളിലേക്ക് കയറി നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് എന്തെങ്കിലും കുടിക്കട്ടോ. നമ്മൾ ഇത്ര നടന്നോണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം മടുത്തോട്ടോ. ഇവിടെ തണുപ്പുണ്ട്. ഉപ്പ് സോഡ നാരങ്ങളും ഉണ്ടാവും. ഉപ്പ് സോഡ ഇല്ലേ? ഒരു മധുരം ഒരു ഉപ്പ് സോഡ. ഇത് മധുരം ഉപ്പല്ല. മഞ്ഞുണ്ടോ? മഞ്ഞോ? എവിടെ വീട്? എത്ര? 50? എത്ര? 80? 40 റുപ്പീസാ? റേറ്റ് കൂടാനാണല്ലോ.
നമ്മൾ അവിടെ നിന്ന് നാരങ്ങവെള്ളം കുടിച്ച് നമ്മളെ നല്ലമുടി വ്യൂ പോയിന്റും ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. വലിയ കുഴപ്പമില്ല. ടൗണിൽ നിന്നും ബഹളത്തിൽ നിന്നും ഒക്കെ മാറി ഒന്ന് വന്നിട്ടില്ലാത്തവർക്കൊക്കെ ജസ്റ്റ് വന്നൊന്ന് കണ്ട് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് നല്ലമുടി വ്യൂ പോയിന്റ് കേട്ടോ. നമ്മൾ കണ്ട അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അവിടെ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മലയുടെ മേളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ക്ലൈമറ്റും കൂടെ വന്നു കഴിയുമ്പോൾ ക്ലൈമറ്റും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യൂ ആണ് നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അയ്യോ വെയിൽ കാരണം കണ്ണു തുറക്കത്തില്ല. വണ്ടിയിൽ ഒത്തിരി ചൂടില്ലല്ലോ വണ്ടിക്കകത്ത്. ചെറിയ പുറത്ത് ചെറിയ തണുപ്പുള്ളൂ, നമുക്ക് ആ വെയിലിന്റെ ചൂടങ്ങ് ഫീൽ ചെയ്യാത്ത. അയ്യോ സമയത്താ വന്നത് നട്ടു ഉച്ചക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 40 രൂപയുടെ ഉപ്പ് സോഡ കുടിച്ചോണ്ട് വലുതാവൂല. നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് എവിടെയാ? വാൽപ്പാറ സിറ്റി. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ വാൽപ്പാറ ടൗണിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കണം. ടൈം ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള. കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വാൽപ്പാറ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ട്, അവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്ന് നമ്മൾ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഹോട്ടലിൽ ലക്ഷ്യമിട്ട് നമുക്ക് നേരെ വാൽപ്പാറ ടൗണിലേക്ക് പോകണം.